بسم الله والحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സൂറത്തു സുമറിലെ 27ാമത്തെ ആയത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടില്ല, അതിന്റെ മുമ്പത്തെ ആഴ്ച നമ്മൾ പറഞ്ഞു. ഇനി അതിന്റെ തുടർച്ചയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് وَلَقَدْ ضَرَبْنَا لِلنَّاسِ فِي هَذَا الْقُرْآنِ مِنْ كُلِّ مَثَلٍ لَعَلَّهُمْ يَتَذَكَّرُونَ. ഈ ആയത്താണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. അതില് അറബിയിലുള്ള പ്രയോഗം നമ്മൾ പറഞ്ഞു, ലറബ മസലൻ. ഒരു ഉദാഹരണം പറയാം എന്ന് സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മസല്, അംസാല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറും ഒരു ഉപമ മാത്രല്ല, അതിൽ കൂടുതൽ അതൊരു ദൃഷ്ടാന്ത വിവരണമായിരിക്കും, അതിലൊരു അന്യാപദേശം ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു സംഭവ കഥ ആയിരിക്കും മിക്കപ്പോഴും പറഞ്ഞു തരുന്നത്. അത് നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു നമ്മെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ അത് തഖരീബ് ചെയ്തു തരാനാണ്. തഖരീബു അൽ മആനി ഇല അദ്ഹാനിസ് സാമിഈൻ. അനുവാചകരുടെ മനസ്സിലേക്ക് ഈ ആശയങ്ങൾ അടുപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മസല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പറയുന്ന ഭാഷയിൽ പറഞ്ഞ ഉപമ എന്നായിരിക്കും അതിന്റെ വാക്കർത്ഥം പറയാം. ഉപമ എന്ന് പറയുമ്പോ ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിനോട് സാദൃശ്യം ഉണ്ടെങ്കിൽ അത് ഉപമയായി. സാദൃശ്യം ഉണ്ട് എന്ന് പറയുന്നതാണ് ഉപമ. അങ്ങനെ ഒരു സിമ്പിൾ സാദൃശ്യമല്ല, അല്ലെങ്കിൽ ഒരു ഉപമയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ കാര്യം ഞാൻ ഉണർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഖുർആനിൽ ലറബ്നാ ലിന്നാസി ഫി ഹാദൽ ഖുർആനി മിൻ കുല്ലി മസലിൻ, മിൻ കുല്ലി മസലിൻ, എല്ലാ തരത്തിലുള്ള ഉപമകളും പറഞ്ഞിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ഉപമകളും പറഞ്ഞിട്ടുണ്ട്. അത് ഏതെല്ലാം മേഖലകളിൽ എന്നുള്ളത് വിശദമായി തന്നെ പറഞ്ഞു.
ആ ഉപമകൾ പറയുന്നതിന്റെ ലക്ഷ്യം പറഞ്ഞു ലഅല്ലഹും യതദക്കറൂൻ. ഈ കാര്യങ്ങൾ അവർ ഓർമ്മിക്കുകയും അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്. തദക്കറ യതദക്കറു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിമൈൻഡ് സ്വീകരിക്കുന്നതിനാണ് പറയാ. നമ്മളെ ഒരാൾ ഉണർത്തുന്നു, ആ ഉണർത്തുന്നത് നമ്മൾ അറിയുന്നു, ഉൾക്കൊള്ളുന്നു. അതാണ് അതിന്റെ കാര്യം. അപ്പൊ ഈ ആയത്തിന്റെ വ്യാഖ്യാനം സഅദി പറഞ്ഞിട്ടുള്ളത് വായിക്കാൻ മാത്രം നമുക്ക് ബാക്കിയുള്ളത്. അത് ഞാൻ വായിക്കാം. യുഖ്ബിറു തആല അന്നഹു ളറബ ഫിൽ ഖുർആനി മിൻ ജമീഇൽ അംസാൽ അംസാലിൽ ഖൈർ അംസാലി അഹ്ലിൽ ഖൈരി വഅംസാലി അഹ്ലിൽ ശർ വഅംസാലിൽ തൗഹീദി വശ്ശിർക്ക് വകുല്ലി മസലിൻ യുഖർരിബു ഹഖായിഖൽ അശ്യാ والحكمة في ذلك لعلهم يتذكرون عندما نوضح لهم الحق فيعلمون ويعملون. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സമഗ്രമായി കാര്യങ്ങൾ പറയാണ് സഅദി ചെയ്യാറുള്ളത്. ഒരു നിർവചന സ്വഭാവത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കാറുള്ളത്. അത് തന്നെയാണ് ഈ തഫ്സീറിന്റെ പ്രത്യേകത. മറ്റു തഫ്സീറുകളിൽ ദീർഘമായി വിശദീകരിച്ചിട്ടുള്ളത് ഇതില് അതിന്റെ ഒരു സാരാംശം ഇതിന് പറയാണ് ചെയ്യുക. യുഖ്ബിറു തആല, യുഖ്ബിറുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇഖ്ബാർ ചെയ്യുന്നു. ഖബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തക്കാണ് ഖബർ എന്ന് പറയാം. ഈ വിവരം നമ്മെ അറിയിക്കുന്നു എന്നർത്ഥം. എന്താണ് അള്ളാഹു നമ്മെ അറിയിക്കുന്ന ഖബർ, വിവരം എന്താണ്? അന്നഹു ലറബ ഫിൽ ഖുർആനി മിൻ ജമീഇൽ അംസാൽ, തീർച്ചയായും അവൻ ഈ ഖുർആനിൽ ലറബ മിൻ ജമീഇൽ അംസാൽ, എല്ലാ കാര്യങ്ങൾക്കുമുള്ള ദൃഷ്ടാന്തങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കുമുള്ള അന്യാപദേശങ്ങൾ ഈ ഖുർആനിൽ അവൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലറബൽ അംസാൽ, ലറബ മസലൻ, അതൊരു പ്രയോഗം തന്നെയാണ്. അതിൽ ഓരോ വാക്കെടുത്തിട്ട് അർത്ഥം പറഞ്ഞിട്ട് കാര്യമല്ല. അത് ഒരു അറബിയിലെ സവിശേഷമായ ഒരു യൂസേജാണ്. ലറബ മസലൻ, ലറബ എന്ന് പറയുമ്പോൾ കിട്ടുന്ന അർത്ഥമോ അല്ലെങ്കിൽ മസലൻ എന്ന് മാത്രം പറയുമ്പോൾ കിട്ടുന്ന അർത്ഥമോ അല്ല ലറബ മസലൻ എന്ന് പറയുമ്പോൾ കിട്ടുക. അതാണ് യൂസേജിന്റെ പ്രത്യേകത. ഈ ഖുർആനിൽ എല്ലാ തരം കാര്യങ്ങൾക്കുമുള്ള, എല്ലാ തരം വിഷയങ്ങൾക്കുമുള്ള അംസാലുകൾ, ദൃഷ്ടാന്തങ്ങൾ, അന്യാപദേശങ്ങൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് ജമീഉൽ അംസാൽ മിൻ കുല്ലി മസലിൻ എന്ന് ഖുർആനിൽ പറഞ്ഞതിനാണ് മിൻ ജമീഉൽ അംസാൽ എന്നുള്ളത് സഅദി തഫ്സീർ കൊടുത്തത്. പിന്നെ അതിനെ എലോബറേറ്റ് ചെയ്തു. എല്ലാ വിഷയങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഉള്ള ഉപമകൾ, ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു തന്നു. ഏതുപോലെ? അതിന്റെ ബദലായിട്ടാണ് അടുത്ത അംസാല് വരുന്നത്. അംസാലി അഹ്ലിൽ ഖൈർ, അഥവാ അഹ്ലുൽ ഖൈർ വ അഹ്ലുൽ ശർ, നന്മയുടെ ആളുകൾ, തിന്മയുടെ ആളുകൾ, ഖൈറിന്റെയും ഷർറിന്റെയും അഹ്ലുകാര്. അഹ്ലുൽ ഖൈർ വ അഹ്ലുൽ ശർ, അവർക്കൊക്കെയുള്ള അവരുടെ ചില ദൃഷ്ടാന്തങ്ങൾ. നല്ലത് ചെയ്തു, നല്ല നിലയിൽ ജീവിച്ചു, നല്ലത് ചെയ്തു, അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു. അവരുടെ ഈ ജീവിതം കൊണ്ട് അള്ളാഹു എന്താണോ ലക്ഷ്യമാക്കിയിരുന്നത്, ഈ ഭൂമുഖത്ത് അവൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ ദൗത്യം അവർ വീഴ്ച വരുത്താതെ നിറവേറ്റി. അങ്ങനെയുള്ള ആളുകൾ അഹ്ലുൽ ഖൈർ. അവർക്ക് അള്ളാഹ് എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, അവർക്ക് അള്ളാഹു എന്തെല്ലാം വിജയങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഇനി ബാക്കിയുള്ള അവരുടെ ജീവിതം എത്രത്തോളം ഭാസുരമായിരിക്കും, ഇതൊക്കെ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഉപമകൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അഹ്ലുൽ ശർ, തിന്മയുടെ പിന്നാലെ, തിന്മയുടെ ശക്തികൾക്ക് വഴങ്ങി, തിന്മയുടെ പിന്നാലെ പോയിട്ടുള്ള, പിശാച്ചിന് വഴങ്ങി, പിശാച്ചിന് അടിപ്പെട്ടുകൊണ്ട് പോയിട്ടുള്ള ആളുകൾ. അവരുടെ ജീവിതം കൊണ്ട് എന്താണോ അർത്ഥമാക്കിയത് അത് മാത്രം അവരറിഞ്ഞില്ല, അവരത് പൂർത്തീകരിച്ചില്ല, അവരുടെ ജീവിതത്തിന്റെ ദൗത്യം അവർ നിറവേറ്റിയില്ല. അങ്ങനെയുള്ള ഷർറിന്റെ ആളുകൾ, അവർക്കിവിടെ എന്ത് സംഭവിച്ചു, അവരെ അള്ളാഹു എങ്ങനെയാണ് ഈ ഭൂമുഖത്ത് തന്നെ കൈകാര്യം ചെയ്തത്, ഇപ്പോഴവരെന്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, ഇനി അവർ യൗമുൽ ആഖിറത്തിൽ എന്താണ് അനുഭവിക്കാനുള്ളത്, ഇതിന്റെ ഉദാഹരണങ്ങൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.
ഇതിന്റെ ഉദാഹരണങ്ങൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉദാഹരണമായി അഹ്ലുൽ ഖൈറിന്റെ ഒരു ഉദാഹരണമാണ് ഖിസ്സത്തു ഇബ്രാഹിം അലൈഹിസ്സലാം അബിൽ അംബിയാ വ ഇമാമുൽ ഹുനഫാ വ ഖലീലുർ റഹ്മാൻ. ഖലീലുർ റഹ്മാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കഥ. അദ്ദേഹം ദഅവത്ത് നടത്തിയത്, ജനങ്ങളെ അതിലേക്ക് ക്ഷണിച്ചത്, ജനങ്ങൾ അതിൽ നിന്ന് മാറി നിന്നത്, അദ്ദേഹത്തിന്റെ പിതാവ് പോലും അദ്ദേഹത്തെ എതിർത്തത്, അവിടുത്തെ രാജാവടക്കമുള്ള മുഴുവൻ ആളുകളും കൂടി അദ്ദേഹത്തിന് എതിര് നിന്നത്, അതിലെല്ലാം അദ്ദേഹം അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളെയും അതിജയിച്ചു. അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചു. ഫഅതമ്മഹുൻ. ആ പരീക്ഷണങ്ങളെയെല്ലാം അദ്ദേഹം വിജയകരമായി പൂർത്തീകരിച്ചു. ആ സമയത്ത് അള്ളാഹു അദ്ദേഹത്തോട് പറയുന്നു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ലോകത്തിന്റെ ഇമാമായി. കാരണം യഖീനിന്റെയും സബറിന്റെയും ഉത്തമമായ ഉദാഹരണമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ ഇമാമാക്കി വെച്ചു. നോക്കൂ, അള്ളാഹു ഗ്രന്ഥം നൽകിയിട്ടുള്ള, അള്ളാഹു സന്ദേശം നൽകിയിട്ടുള്ള 3 പ്രമുഖമായ മതങ്ങളുടെയും പൊതുവായ ഇമാമാണ് അദ്ദേഹം. ജൂതന്മാര് പറയുന്നു, ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ അനുയായികൾ. ക്രൈസ്തവർ പറയുന്നു, അല്ല, ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ അനുയായികൾ. എന്നാൽ ജൂതരോ ക്രൈസ്തവരോ അല്ല, അദ്ദേഹത്തിന്റെ ശരിയായ അനുയായികൾ മുഹമ്മദ് നബിയുടെ ആളുകളാണ്. ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിം ലല്ലദീന ഇത്തബഊ വഹാദൻ നബിയ്യു വല്ലദീന ആമനു വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. തീർച്ചയായും ഇബ്രാഹിമിനോട് ആശയപരമായി, ആദർശപരമായി ഏറ്റവും തരപ്പെട്ട, ഏറ്റവും ബന്ധമുള്ള കക്ഷി ഹാദൻ നബിയ്യു, ഈ നബിയാണ്, അഥവാ മുഹമ്മദ് നബിയാണ്. വല്ലദീന ഇത്തബഊ, മുഹമ്മദ് നബിയുടെ അനുയായികളായിട്ടുള്ളവരാണ്. കാരണം അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളും ആദർശങ്ങളും അത് കൈവിടാതെ അതിൽ ഉറച്ചു നിൽക്കുന്നത് അവരാണ്. ഇങ്ങനെ ജൂതമതമാകട്ടെ, ക്രൈസ്തവ മതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ, ഈ 3 മതങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മതങ്ങൾ എന്ന് പറയുന്നത് കാര്യമായിട്ട് ലോകത്തില്ല. പിന്നെയുള്ള മതങ്ങളൊക്കെ മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിതമായ മതങ്ങളാണ്. എന്നാൽ സമാവിയായ മതങ്ങൾ, 3 മതങ്ങൾ, പ്രമുഖമായ മതങ്ങൾ, ഈ മതങ്ങൾ ഒരുപോലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ, അദ്ദേഹത്തിന്റെ പിന്തുടർച്ചയെ അവർ അവകാശപ്പെടുന്നു. അങ്ങനെ അദ്ദേഹത്തെ ലോകത്തിന്റെ ഇമാമാക്കി. അത്തരം വിജയത്തിന്റെ കഥകൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് അത് സംഭവിച്ച കാര്യമാണ്. ആ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു ഏതൊരാശയം നമ്മുടെ മനസ്സിൽ, അനുവാചകരായിട്ടുള്ള ഈ ഖുർആൻ പാരായണം ചെയ്യുന്ന, ഖുർആൻ ആർക്കാണോ ഇറക്കി കൊടുത്തത് അവർക്ക് അവരുടെ മനസ്സിൽ ആ ആശയം ശരിക്ക് അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി, അത് രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന ദൃഷ്ടാന്ത കഥയാണ്. അതിൽ അന്യാപദേശം ഉൾക്കൊണ്ടിരിക്കുന്നു. അതവരറിയുകയും അതവർ ഉൾക്കൊള്ളുകയും ചെയ്യണം. ഇതാണ് ലഅല്ലഹും യതദക്കറൂൻ. ഇങ്ങനെ അഹ്ലുൽ ഖൈറിൻ്റെത് പറയും. അതേപോലെ തന്നെ അഹ്ലുശ്ശർ, അംസാലി അഹ്ലിശ്ശർ, അംസാലി ബികസ്രില്ലാ, അത് മജ്റൂറാണ് ബദലായതിനാൽ. എങ്ങനെയാണ് അതിന് ജർറ് കൊടുത്തത്? അത് ബദലാണ്. ഏതിന്റെ ബദലാണ്? മിൻ ജമീഉൽ അംസാലി എന്ന് പറഞ്ഞ ആ അംസാലിൽ നിന്ന്, അതിന്റെ ഒരു എക്സ്റ്റൻഷനാണ്, അതിന്റെ ഒരു ബദലാണ്. അംസാലി അഹ്ലിൽ ഖൈർ അംസാലി അഹ്ലിശ്ശർ. ഷർറിന്റെ ആളുകൾക്കുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിർഔൻ. അള്ളാഹു ഫിർഔനിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഫിർഔനിന്റെ മസലുകൾ ഇഷ്ടം പോലെ ഖുർആനിൽ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഒരു നബിമാർക്ക് എതിര് പ്രവർത്തിച്ചിട്ടുള്ള ധിക്കാരികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധിക്കാരിയും അഹങ്കാരിയുമായിട്ടുള്ള ഒരു എതിരാളി എന്ന നിലക്ക് ഖുർആനിൽ എടുത്തു കാണിക്കപ്പെട്ടിട്ടുള്ള കഥാപുരുഷൻ യഥാർത്ഥത്തിൽ ഫിർഔനാണ്. ആ ഫിർഔനിനെ സംബന്ധിച്ച് ഫിർഔൻ എത്രയൊക്കെ കളിച്ചു, അവസാനം എന്തായി? അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ നാശം അള്ളാഹു ആരുടെ കൈക്കാണോ ഉദ്ദേശിച്ചത് ആ വ്യക്തിയെ ചെറുപ്പം മുതൽ വളർത്താൻ ഫിർഔൻ നിർബന്ധിതനാവുകയാണ്. മൂസാ നബിയുടെ ഉമ്മ ഒരു പെട്ടിയിലാക്കിയിട്ട് ആ കുഞ്ഞിനെ ഒഴുക്കി വിടുന്നു, പുഴയിൽ ഒഴുക്കി വിടുന്നു.
അങ്ങനെ ഫറോവയുടെ വീട്ടുകാർ കുളിക്കുന്നിടത്ത് ഒരു നല്ല കുട്ടി ഒഴുകി വരുന്ന ഒരു പെട്ടിയില് അവർ കൊണ്ടുപോയിട്ട് കൊട്ടാരത്തിൽ വെച്ച് വളർത്തുന്നു. കുട്ടിക്ക് മുലപ്പാൽ കൂട്ടാൻ കുട്ടിയുടെ ഉമ്മയെ തന്നെ ഉമ്മയാണെന്ന് അറിയാതെ വിളിക്കുന്നു. മൂസാ നബിയുടെ സഹോദരി ആ കുഞ്ഞിങ്ങനെ പോകുന്നത് നോക്കിയിട്ട് അതിന്റെ പിന്നാലെ പോയി. അങ്ങനെ കൊട്ടാരക്കടവിൽ വെച്ചിട്ട് അദ്ദേഹത്തെ അവര് എടുത്തിട്ട് കൊട്ടാരത്തിൽ കൊണ്ടുവരുന്നു. കൊണ്ടുവന്നിട്ട് പോറ്റാൻ തീരുമാനിക്കുന്നു. അപ്പൊ ഇവര് വല്ല പറയുന്നു, ഹല്ലദുല്ലുക്കും അലാ മൻ യക്ഫുരു ഫറജഅനാക ഇലാ ഉമ്മിക കൈ തഖറ അയ്നുഹാ വലാ തഹ്സൻ. ഈ കുട്ടിയെ നല്ല നിലയിൽ മുല കൊടുത്ത് പോറ്റി വളർത്താവുന്ന ഒരു സ്ത്രീയെ വേണമെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം, ഞാൻ പറഞ്ഞു തരണം. അങ്ങനെ ആ സ്ത്രീയെ വിളിപ്പിച്ചു, അഥവാ മൂസാ നബിന്റെ ഉമ്മാനെ തന്നെ വിളിപ്പിച്ചു. ഫിറൗനിന്റെ ഏറ്റവും വലിയ എതിരാളി, ഫിറൗനിന്റെ കൊട്ടാരത്തിൽ ഫിറൗനിന്റെ ഉമ്മ ആ കുട്ടിയുടെ ഉമ്മാന്റെ മുലപ്പാല് കുളിച്ചിട്ട്. അതുകൊണ്ടാണ് ഹദീസിലൊക്കെ വന്നത്, നിഅമൽ അജീറു ഉമ്മി മൂസ, നിഅമൽ അജീറു ഉമ്മു മൂസ തുർളിഉ വലദഹാ വതഖുദു അജ്റഹ. ഏറ്റവും നല്ല കൂലിക്കാരന് മൂസാ നബിന്റെ ഉമ്മയാണ്. മൂസാ നബിയുടെ ഉമ്മയാണ് ഏറ്റവും നല്ല കൂലിക്കാരി. കാരണം അവരവരെ സ്വന്തം കുട്ടിക്ക് മുല കൊടുക്കുന്നതിന് അവർക്ക് കൊട്ടാരത്തിൽ നിന്ന് കൂലി കിട്ടുന്നു, അതിനുള്ള ശമ്പളം പറ്റുന്നു. തുർളിഉ വലദഹ, സ്വന്തം കുട്ടിക്ക് മുലയൂട്ടുന്നു. വതഖുദു അജ്റഹ, അതിനുള്ള കൂലി വാങ്ങുകയും ചെയ്യുന്നു. കൊട്ടാരത്തിൽ നിന്ന് അതിന് ചെലാൻ അടച്ചിട്ട് ചെലാൻ കൊടുത്ത് പൈസ വാങ്ങുന്നു. ഇതാണ് സ്ഥിതി. അള്ളാഹ് അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദൃഷ്ടാന്തങ്ങളുണ്ട്. പിന്നെ കൊട്ടാരത്തിൽ വളർന്നു 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 വന്നു. അവസാനം മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തി, ഒരു ഖിബ്തി കൊല്ലപ്പെടുന്നതിന് കാരണമായപ്പോൾ അദ്ദേഹത്തിലേക്ക് വിരൽ ചൂണ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പിന്നെ അങ്ങ് മദിയനിൽ പോയിട്ട് ശുഐബ് അലൈഹിസ്സലാമിന്റെ അടുക്കൽ 10 വർഷം കഴിച്ചു കൂട്ടുന്നു. അങ്ങനെ ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു മകളെ ഭാര്യയാക്കി അദ്ദേഹം തിരിച്ചു പോരുന്നു. തിരിച്ചു പോരുമ്പോഴാണ് അള്ളാഹു അദ്ദേഹത്തിന് നുബുവത്തും നിസാരത്തും കലാമും ഒക്കെ കൊടുക്കുന്നത്. കൊടുത്തു വന്നിട്ട് പിന്നെ ധീരമായിട്ട് അദ്ദേഹം ഫിറൗന്റെ മുന്നിലേക്ക് ഒരു കുറ്റവാളിയായി ഒളിച്ചോടേണ്ടി വന്ന ഒരു മനുഷ്യൻ കൊട്ടാരത്തില് ഫിറൗനിനെ പോലെയുള്ള ഒരു കിങ്കരനായ ഭരണകർത്താവിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം സംസാരിക്കേണ്ടി വരികയാണ്. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ. അവരോട് നിങ്ങൾ കാര്യം പറയൂ, പക്ഷേ അവര് ഭയപ്പെടുകയാണ്. ആ സമയത്ത് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഇന്നനി മഅകുമാ അസ്മഉ വഅറ. മൂസാ നബിയും അതുപോലെ തന്നെ ഹാറൂനും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അസ്മഉ വഅറ, ഞാൻ എല്ലാം കാണുന്നു, എല്ലാം കേൾക്കും. അങ്ങനെ മൂസാ നബിയുമായിട്ട് വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ഒരു ഡിബേറ്റ് തന്നെ, ഹീറ്റഡ് ആയിട്ടുള്ള ഒരു സംസാരം കൊട്ടാരത്തിൽ വെച്ച് നടക്കുകയാണ്. ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ, നിങ്ങൾ ഈ ചെയ്യുന്നത് ഒന്നുമല്ല ശരി, നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. ഈ ലോകത്തെ മുഴുവനും പടച്ച, ഇതിനെ സംവിധാനിച്ച, ഇതിനെ പരിപാലിച്ച് നിലനിർത്തിപ്പോരുന്ന, ഇവയുടെ ഭാഗധേയം ഉടമപ്പെടുത്തി വെക്കുന്ന റബ്ബുൽ ആലമീനായ അള്ളാഹ്ക്ക് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ. ഞാൻ ആ റബ്ബ് പറഞ്ഞയച്ചിട്ടുള്ള നിങ്ങളുടെ അടുക്കിലേക്ക് സത്യം വിളിച്ചു പറയാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുള്ള ദൂതനാണ്. ആ സമയത്ത് ഫിറൗൻ ചോദിക്കുന്നു, വമർ റബ്ബുക്കുമായ മൂസ, ആരാണ് നിങ്ങളുടെ ഈ വലിയ റബ്ബ്? ഞങ്ങളുടെ റബ്ബ് ആരാണെന്നാണോ സംശയം? റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാറ്റിനും അതിന്റെ സൃഷ്ടിപ്പ് നൽകിയ, അതിനെ സൃഷ്ടിയായി ഇവിടെ കൊണ്ടുവന്ന റബ്ബ്. ഓരോ വസ്തുവിനെയും, ഓരോ വസ്തുതയെയും, ഓരോ ജീവിയെയും, ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ പ്രചോദനമായി അതിൽ തന്നെ ഹിദായത്ത് നൽകിയിട്ടുള്ള റബ്ബ്. അപ്പൊ ഫിറൗനിന്റെ സംശയം, ഇതിപ്പോ കേൾക്കുകയാണല്ലോ, ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, തലമുറകൾ ഇവിടെ കഴിഞ്ഞു പോയില്ലേ, ഇതൊന്നും കേൾക്കാതെ അവരെ കഥ എന്താ?
മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യضل റബ്ബി വലാ യൻസ. അതിൽ നിങ്ങൾ അസ്വസ്ഥമാകേണ്ട, അതിന്റെ കാര്യമൊക്കെ അള്ളാന്റെ അടുക്കൽ കൃത്യമായി തന്നെ രേഖപ്പെട്ട് കിടപ്പുണ്ട്. അവൻ മറക്കുകയില്ല. അള്ളാഹ്ക്ക് അതിൽ ഒരു വഴി തെറ്റുന്ന പ്രശ്നമല്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ. അവസാനം ഫിർഔൻ നിർബന്ധിതനാവുകയാണ്. ഈ പറയുന്നതിന് ദൃഷ്ടാന്തം ചോദിക്കുമ്പോൾ, തെളിവ് നോക്കുമ്പോൾ, അടയാളം നോക്കുമ്പോൾ അദ്ദേഹത്തിന് പല അടയാളങ്ങളും കാണിച്ചു കൊടുക്കാൻ പറ്റും. അടയാളങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഫിർഔൻ വെല്ലുവിളിക്കാൻ നിർബന്ധിതനാകാൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള എല്ലാ സാഹചര്യങ്ങളെയും വിളിച്ചു. എന്നിട്ടൊരു തുറന്ന സ്ഥലത്ത് വെച്ചിട്ടൊരു തുറന്ന മത്സരം നടത്തി. ആ മത്സരത്തില് ഫിർഔൻ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സാഹിറുകളും പരാജയപ്പെട്ടു. അവര് പോലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പക്ഷത്തേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈജിപ്ത് ആകെ ഇളകി മറിയാണ്. അവസാനം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഇനി രക്ഷല്ല. അതുകൊണ്ട് ബനൂ ഇസ്രായേല്യരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് മറുകര പ്രാപിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയാണ്. ബനൂ ഇസ്രായേല്യരെയും കൂട്ടി കൈ കിട്ടിയതും പെറുക്കിയിട്ട് അവർ ഒന്നിച്ച് യാത്ര പോരുമ്പോ ഫിറോൻ അവരെ പിടികൂടാൻ വേണ്ടി പിന്നാലെ വരികയാണ്. അങ്ങനെ ചെങ്കടലിലെത്തുമ്പോ അദ്ദേഹം വടികൊണ്ട് ആഞ്ഞടിക്കുന്നു. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നു. കുല്ലു ഫിറഖിൻ കത്തൗദിൽ അളീം, വലിയ പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന പർവ്വതം പോലെ രണ്ട് ഭാഗത്തേക്കും വെള്ളം ഒഴിഞ്ഞു നിന്നു. വളരെ നടന്നു പോകാവുന്ന സുഗമമായൊരു വഴി അവിടെ രൂപപ്പെടുകയാണ്. അതിലൂടെ മൂസയുടെ അനുയായികളും അലൈഹിസ്സലാം നടന്നു പോകുന്നു. ഇത് കണ്ട് ഫിർഔനിന്റെ കൂടെയുള്ള മുഴുവൻ സൈനികരും അതിലേക്ക് ഇറങ്ങുകയാണ്. അവര് മറുകര പ്രാപിക്കുമ്പോൾ കടല് അതങ്ങോട്ട് കൂടുന്നു. അഗ്റഖന ആല ഫിർഔൻ, ഫിർഔനിനെയും അനുയായികളെയും ആ വെള്ളത്തിൽ നാം മുക്കിക്കൊന്നു. ഫമാ ബക്കത്ത് അലൈഹിം അസ്സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ. വലിയ ഈജിപ്തിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ലോകം അന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന, ലോകത്ത് മനുഷ്യ നാഗരികതയുടെ ഏറ്റവും വലിയ കേന്ദ്രമായി നിലകൊണ്ടിരുന്ന ഈജിപ്ത്, ആ ഈജിപ്തിന്റെ സ്വേച്ഛാധിപതിയായ അവിടുത്തെ അവരുടെ റബ്ബായ, അവരുടെ ഇലാഹായി അവകാശപ്പെട്ടിരുന്ന, അവരുടെ റബ്ബും ഇലാഹും എല്ലാമായി അവകാശപ്പെട്ടിരുന്ന ഫറോവ അതിദാരുണമായിട്ട് അവിടെ മുങ്ങിച്ചാകുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കണ്ണീരൊഴുക്കാൻ, ഒരിറ്റ് കണ്ണീര് വാർക്കാൻ ആകാശമുണ്ടായില്ല, അല്ലെങ്കിൽ ഭൂമി ഉണ്ടായില്ല. സമയം വന്നപ്പോ ഒരു മിനിറ്റ് പോലും അദ്ദേഹത്തിന് സാവകാശം കൊടുത്തതുമില്ല. ഈ കഥകൾ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞാൽ അതിനുശേഷം ഇവിടെ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള, അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഈജിപ്തിലെ അതിമനോഹരമായിട്ടുള്ള ആ നാഗരിക സൗധങ്ങളെല്ലാം തന്നെ അവരുടെ അടിമകളും തോട്ടികളുമായി കഴിച്ചു കൂട്ടിയിരുന്ന ബനൂ ഇസ്രായേല്യർക്ക് അള്ളാഹു അനന്തരം നൽകും. നോക്കൂ നിങ്ങൾ, ചരിത്രത്തിന്റെ വിപര്യം എന്ന് പറയാവുന്ന ഒരു മാറ്റാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അത് മുഴുവനും ആ വലിയ വലിയ കൊട്ടാരങ്ങളും സൗധങ്ങളും കൃഷിയിടങ്ങളും അതുപോലെ തന്നെ നാഗരിക കേന്ദ്രങ്ങളും അവിടെ തോട്ടിപ്പണി എടുത്തിരുന്ന ആളുകളാണ് ബനൂ ഇസ്രായേല്യര്. അവരായി തീർന്നു. അർദ്ധിതരായ ആളുകൾ അവരായി പിന്നീട് അതിന്റെ അനന്തരാവകാശം. ഇത് അള്ളാഹു ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി ഫറോവയുടെ കാര്യം, അദ്ദേഹത്തിന്റെ അനുയായികളുടെ കാര്യം ഇപ്പൊ എന്താ? ഇപ്പുള്ള കാര്യം അലൈഹിം, നരകം അവർക്ക് രാവിലെകളിലും വൈകുന്നേരങ്ങളിലും കാണിച്ചു കൊടുക്കുകയാണ്. ആ നരകത്തിന്റെ ശിക്ഷ ഇപ്പൊ തന്നെ അവരിങ്ങനെ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് നിങ്ങൾക്ക് വരാനുള്ളത്, ഇതാണ് നിങ്ങൾക്ക് വരാനുള്ളത്. അങ്ങനെ അന്ത്യനാളായി കഴിഞ്ഞാൽ യൗമുൽ ഖിയാമ, യൗമുൽ ആഖിറ പുലർന്നു കഴിഞ്ഞാൽ അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്, ഏറ്റവും കഠോരമായ ശിക്ഷയിലേക്ക് ഫിർഔനിനെയും അനുയായികളെയും നിങ്ങൾ തള്ളിവിട്ടേക്കൂ, വേറൊന്നുമില്ല. ഇങ്ങനെയുള്ള കഥകളെല്ലാം അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നു. അംസാൽ, ഇതാണ് മസലുകൾ. അംസാൽ അഹ്ലിൽ ഖൈർ വ അംസാൽ അഹ്ലിൽ ശർ വ അംസാൽ തൗഹീദ് വശിർക്ക്. തൗഹീദിന്റെയും ശിർക്കിന്റെയും അംസാലുകൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നു. തൗഹീദിന്റെ ഇത് കണ്ടില്ലേ നിങ്ങൾ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിലേക്ക് ക്ഷണിച്ചത്. ഓഹോ, ജീവിപ്പിക്കലും മരിപ്പിക്കലുമാണ് കാര്യമെങ്കിൽ എനിക്ക് ജീവിപ്പിക്കാനും മരിപ്പിക്കാനും അറിയാം എന്ന് പറഞ്ഞ നമ്രൂദിനോട്
ഇല്ല, നീ അങ്ങനത്തെ ഒരാളല്ല. അതിന് കഴിയുന്ന ഏകനായ റബ്ബ് അവനാണ്. യുഖ്രിജുൽ ലൈല മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ ഖാല അന ഉഹ്യി വഉമീത് ഖാല ഫഇന്ന അല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫയഅതി ബിഹാ മിനൽ മഗ്രിബ്. എന്റെ റബ്ബ് അല്ലാഹു, ഈ പ്രപഞ്ചങ്ങളുടെയും മുഴുവൻ സൃഷ്ടികർത്താവായ അള്ളാഹു സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നു. നീ വലിയ ആളാണെങ്കിൽ നാളെ മുതൽ നീ പടിഞ്ഞാട്ട് നിന്ന് ഉദിപ്പിക്ക് എന്നായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ബഹുഹിത്തല്ലതീ കഫർ. അതോടുകൂടി അവന്റെ ആട്ടം മുട്ടിപ്പോയി. ഇതെല്ലാം ഇല്ലേ ഇങ്ങനെയുള്ള തൗഹീദ്, ശിർക്ക്, അതിന്റെ എല്ലാ കഥകളും നമുക്ക് പറഞ്ഞു തരുന്നില്ലേ? മാനവ ചരിത്രം എന്ന് പറയുന്നത് സത്യസന്ധമായ ഒരു ചരിത്ര രചന നടക്കുകയായിരുന്നുവെങ്കിൽ ഇവിടെ തൗഹീദും ശിർക്കും തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്ന സംഘർഷങ്ങളുടെയും സംഘട്ടനങ്ങളുടെയും വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും ചരിത്രമാകുമായിരുന്നു. അതിന്റെ പ്രബോധനത്തിന്റെ ചരിത്രമാകുമായിരുന്നു. രണ്ട് വഴി നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ഈ തൗഹീദും ശിർക്കും തമ്മിലുള്ള സംഘർഷങ്ങളുടെയും സംഘട്ടനങ്ങളുടെയും ഒരു ചരിത്രം. സംഘട്ടനങ്ങളും സംഘർഷങ്ങളും ഇല്ലാതെ അതിലുപരി തൗഹീദ്, ശിർക്കിനുമേൽ തൗഹീദ് നേടുന്ന വിജയത്തിന്റെയും പ്രചാരണത്തിന്റെയും ചരിത്രം. ഇതാണ് ലോകത്തിന്റെ ചരിത്രം. ബാക്കിയൊക്കെ ഈ സെക്കുലർ ചരിത്രകാരന്മാർ കൂടിയിട്ട് എഴുതി വളച്ച് കേടുവരുത്തിയതാ. അതുകൊണ്ട് ഇന്നും ഖനനം ചെയ്യുമ്പോ ഇതൊക്കെ കിട്ടുക. ഷിർക്കിന്റെ ആൾക്കാർ മണ്ണടിഞ്ഞു പോയിട്ടുള്ളതിന്റെ അവശേഷിപ്പുകള്, തൗഹീദിന്റെ ആളുകൾ വിജയിച്ചിട്ടുള്ളതിന്റെ അതിന്റെ തുടർച്ചകൾ ഇതേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. വകുല്ലി മസലിൻ യുഖർരിബു ഹഖായിഖൽ അഷ്യാ വകുല്ലി മസലിൻ. അതുപോലെ എല്ലാ ഉപമകളും എല്ലാ ദൃഷ്ടാന്തങ്ങളും എല്ലാ അന്യാപദേശങ്ങളും അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളെല്ലാം തന്നെ യുഖർരിബു, തഖരീബ് ചെയ്തു തരുന്നു, അടുപ്പിച്ചു തരുന്നു. അറബ യുഖർരിബു, തഖരീബ്, അടുപ്പിച്ചു തരിക. ഹഖായിഖൽ അഷ്യ, വസ്തുക്കളുടെ, വസ്തുതകളുടെ യാഥാർത്ഥ്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട വസ്തുക്കളാകട്ടെ വസ്തുതകളാകട്ടെ അവയുടെ യാഥാർത്ഥ്യം, അവയുടെ റിയാലിറ്റി എന്താണ്? പുറമെ കാണുമ്പോൾ മറ്റൊന്നായിരിക്കും, റിയാലിറ്റി വേറൊന്നായിരിക്കും. അവയുടെ യാഥാർത്ഥ്യം നമ്മുടെ അദ്ഹാനുകളിലേക്ക്, നമ്മുടെ ബുദ്ധിയിലേക്ക് അടുപ്പിച്ചു തരാൻ വേണ്ട എല്ലാ മസലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വൽ ഹിക്മതു ഫീ ദാലിക്. അതോടുകൂടി ആ വാചകം തീർന്നു. വാചകം ഇങ്ങനെ ഒന്നിനു ശേഷം ഒന്നായിട്ട് ഇങ്ങനെ ചേർത്ത് തെക്മീലിയായിട്ടാണ് പോയിട്ടുള്ളത്. യുഖ്ബിറു അവിടുന്ന് പറഞ്ഞത്, അത് ജുംല ഫിഅലിയാണ് ബേസിക്കലി. ഫാഇൽ അള്ളാഹിനോട് പറഞ്ഞിട്ടില്ല, അത് മഹദൂഫാണ്. പിന്നെ അതിന് ശേഷം അതിന്റെ എന്ത് പറഞ്ഞു എന്ന് പറയുന്ന അതിന്റെ മഫ്ഊലു ബിഹി ഒരു വാചകമായിട്ട് കൊണ്ടുവന്നു. അത് അന്നഹു അറബ ഫിൽ ഖുർആനി മിൻ ജമീഇൽ അംസാൽ. പിന്നെ ജമീഉൽ അംസാലിനുള്ള ബദൽ വെച്ചു കൊടുത്തു. അത് നീണ്ടുപോകുന്ന സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ സിന്റാക്സ് മനസ്സിലാക്കി വെക്കുന്നത്. ഭാഷ പഠിക്കുന്ന കുറച്ച് ആൾക്കാർ ഇതിലുണ്ടല്ലോ, അവർക്ക് ഉപകരിക്കുമെന്നത് കൊണ്ട് ആവർത്തിക്കുകയാണ്. ബേസിക്കലി സെന്റൻസ് എന്താണ്? ഇതിനെ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് ബേസിക്കലി ഒരു ജുംല ഫിഅലിയാണ്. അതിലെ മെയിൻ ക്രിയ ഏതാണ്? യുഖ്ബിർ. അതിന്റെ ഫാഇല് അല്ലാഹ് എന്നുള്ള കലിമയായിരുന്നു. ആ കലിമയോടെല്ലാം മഹ്ദൂഫാണ്. പക്ഷെ തആല എന്ന് പറയുന്ന അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് പറയുന്ന തംജീദിന്റെ വാക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ട് കാര്യം വ്യക്തമാണ്. പിന്നെ പറഞ്ഞു, എന്ത് പറഞ്ഞു എന്ന് പറയുന്ന മഫ്ഊലാണ് അന്നഹു ലറബൽ അംസാൽ. ആ മഫ്ഊല് ഒരു ജുംലയാണ്. ആ മഫ്ഊല് ലറബ ഫിൽ ഖുർആനി മിൻ ജമീഇൽ അംസാൽ. പിന്നെ ആ ജമീഉൽ അംസാലിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബദൽ വെച്ചു കൊടുത്തുകൊണ്ട് അതിന് അഥവാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ ആ കാര്യം വിശദീകരിക്കുന്നത് പോലെ അറബിയിൽ വിശദീകരിക്കുന്ന ഒന്നാണ് അത്ഫു ബയാൻ ആയിട്ട്, അല്ലെങ്കിൽ ബദലായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരും. ഇവിടെ ബദലായിട്ട് കാര്യം കൊണ്ടുവന്നു. അംസാലി അഹ്ലിൽ ഖൈർ വംസാലി അഹ്ലി ശർ വംസാലി തൗഹീദ് വശിർക്ക് വകുല്ലി മസൽ. അതുപോലെ വകുല്ലി മസൽ, എല്ലാ തരത്തിലുള്ള ദൃഷ്ടാന്ത കഥകൾ. ആ ദൃഷ്ടാന്ത കഥകളൊക്കെ തന്നെയും യുഖർരിബു ഹഖായിഖൽ അഷ്യാ, വസ്തുക്കളുടെയും വസ്തുതകളുടെയും യാഥാർത്ഥ്യങ്ങൾ നമുക്ക് തഖരീബ് ചെയ്ത് തരികയാണ്, അടുപ്പിച്ചു തരിക. അതോടുകൂടി ആ ഭാഗം തീർന്നു. ഇനി പുതിയ സെന്റൻസ് വൽ ഹിക്മ. രണ്ടാമത് പറയുന്ന ഈ സെന്റൻസ് ബേസിക്കലി ജുംല ഇസ്മിയാണ്. ഹിക്മ, വൽ ഹിക്മതു ഫീ ദാലിക് ലഅല്ലഹും യതദക്കറൂൻ. ഹിക്മത്ത് മുബ്തദയാണ്. അതിന്റെ ഖബർ എന്ന് പറഞ്ഞാൽ ലഅല്ലഹും യതദക്കറൂൻ എന്ന് പറയുന്ന ഇഖ്തിബാസാണ്. ഫീ ദാലിക് അതിലുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള മസലുകൾ നമുക്ക് പറഞ്ഞു തന്നു എന്നതിൽ അതാണ് ദാലിക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഷാറത്ത് ആ ദാലിക്ക എന്ന് പറയുന്നതിന്റെ മുഷാർ ഇലൈഹി അന്നഹു ളറബ മിൻ കുല്ലി മസലിൻ യുഖർരിബു ഹഖായിഖൽ അഷ്യാ എന്നുള്ള ആ വാചകം അത് എന്തിനു വേണ്ടിയാണ്? അതിന്റെ ഹിക്മത്ത് ലഅല്ലഹും യതദക്കറൂൻ. ലഅല്ല എന്ന് പറയുന്നത് അതിൽ തറജ്ജി നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം പ്രതീക്ഷയോടുകൂടി പ്രതീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആ പ്രതീക്ഷ പറയാൻ വേണ്ടിയിട്ടാണ്. ലഅല്ലഹും അവരായേക്കാം, ഈ ഖുർആൻ വായിക്കുന്ന അതിന്റെ അനുയായികൾ, അതിന്റെ അനുവാചകർ അവരായേക്കുമല്ലോ എന്ന പ്രത്യാശയോട് കൂടിയാണ്. യതദക്കറൂൻ ആ പറയുന്ന റിമൈൻഡൊക്കെ അവർ ഉൾക്കൊള്ളും, അത് അവർ മനസ്സിലാക്കും. എന്നിട്ട് യതദക്കറൂൻ ആ യതദക്കറൂൻ എന്ന് പറയുന്ന വാചകത്തെ അറബി ഖുർആനിക പദത്തെ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് നോക്കൂ. ഇൻദമാ നുവദ്ദിഹു ലഹുൽ ഹഖ്, ഇൻദമാ നുവദ്ദിഹു ലഹും അവർക്ക് നാം തൗളീഹ് ചെയ്തു കൊടുക്കുമ്പോൾ, എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുമ്പോൾ, വല്ലാഹി വല്ലാഹു വ്യക്തമാക്കി കൊടുക്കുക. വലാഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചത്ത് കൊണ്ടുവരണീനാന്ന് പറയാം. പകൽ വെളിച്ചത്തിന് അങ്ങനെ ഒരു വാക്കുണ്ട്, വലഹു നഹാർ. വലഹു അന്നഹാർ പകൽ വെളിച്ചം. വല്ലഹ വ്യക്തമാക്കി കൊടുത്തു. നുവല്ലിഹു തൗളീഹ് എക്സ്പ്ലനേറ്ററി എന്നതിന് തൗളീഹിയ്യ എന്നാണ് പറയാം. ഇൻദമാ നുവല്ലിഹ് നാം വിശദീകരിച്ചു കൊടുക്കുമ്പോ, ലഹും അവർക്ക് അൽ ഹഖ് സത്യം അവർക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോ, യതദക്കറൂൻ എന്ന് പറഞ്ഞാൽ ഫയഅലമൂന വയഅമലൂൻ ഈ കാര്യമാണ്. ആ കാര്യം അവർ അറിഞ്ഞു ബോധ്യപ്പെടുന്നു. വയഅമലൂൻ അവർക്ക് അറിഞ്ഞു ബോധ്യപ്പെട്ട ആ കാര്യം അതിനെ അവർ പ്രാവർത്തികമാക്കുന്നു. ഇൽമിനും അമലിനും വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും ഒന്നിച്ചാണ്. എവിടെ ഇതുണ്ടോ അപ്പൊ ഇൽമുണ്ടോ അപ്പൊ അമലുണ്ട്. അത് വേർപിരിയുന്ന പ്രശ്നമല്ല. ഇൽമൊരു സ്ഥലത്ത് വന്നാൽ വിളിക്കും, അമലിനെ വിളിക്കും, വാ കൂട്ടിന് വാ എന്ന് പറയും. അമൽ അവിടെ ഉണ്ടെങ്കിൽ കൂട്ടിന് വന്നാൽ ഇൽമ അവിടെ നിൽക്കും. അതല്ല കൂട്ടിനില്ലെങ്കിൽ ആ ഇൽമ അവിടെ നിന്ന് പെട്ടെന്ന് സ്ഥലം വിടും. അങ്ങനത്തെ ഒരു സാധനമാണ് ഇൽമ് അമല്. അത് അങ്ങനെ ഒരു പ്രത്യേക ജോഡികളാണ്. ഒരുമിച്ച് അവർക്ക് നിൽക്കാൻ കഴിയുള്ളൂ. ആദ്യം വരുന്നത് ഇൽമായിരിക്കും. ഇൽമ് വരുമ്പോൾ തന്നെ അമലിന്റെ സപ്പോർട്ട് വേണം. രണ്ടാളുകൂടി ഉണ്ടെങ്കിൽ നിൽക്കും, ഇല്ലെങ്കിൽ മറ്റാളും തിരിച്ചു പോകും. അതാണ് ഇൽമും അമലും തമ്മിലുള്ള ആ പാരസ്പര്യം. അപ്പൊ നുവദ്ദിഹുലഹും അവർക്ക് ഈ കാര്യം നാം വിശദീകരിച്ചു കൊടുക്കുന്നു. അൽ ഹഖ് ഈ പരമയാഥാർത്ഥ്യങ്ങൾ അതവർക്ക് വിവരിച്ചു കൊടുക്കുമ്പോൾ ഫയഅലമൂൻ ആ ഇൽമ് അവർ ഉൾക്കൊള്ളുന്നു, ആ അറിവ് ആ ബോധ്യം അവർ ഉൾക്കൊള്ളുന്നു. അതവർ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ആ ഇൽമിനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് വയഅമലൂൻ അവരതിനെ അമലുമാക്കുന്നു. അമല് കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഇൽമേ നിലനിൽക്കുള്ളൂ. അമല് കൊണ്ട് സപ്പോർട്ട് ചെയ്യാത്തൊരു ഇൽമും നിലനിൽക്കൂല. അപ്പൊ ഒരാൾക്ക് വിവരമുണ്ട് എന്ന് പറഞ്ഞാൽ, നല്ല വിവരമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം എന്താ അറിയോ? അയാളൊരു വിവരമുള്ള ആളാന്ന് പറഞ്ഞ ആളായതുകൊണ്ട് അമലും ചെയ്യുന്നുണ്ട്. അമല് ചെയ്യുന്നില്ലെങ്കിൽ അയാൾക്ക് ആ വിവരം ഉണ്ടാവില്ല. അയാൾക്ക് കേട്ടു മറന്നൊരു കഥ ഉണ്ടാവും. അയാൾക്ക് വിവരമല്ല ഉണ്ടാവുക, അയാൾക്ക് അറിവല്ല ഉണ്ടാവുക, അയാൾക്കുണ്ടാകുന്നത് കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടാവും. അതിനെ കേട്ട് മറന്നിട്ടും ഉണ്ടാവും. നോളേജ് എന്ന് പറയുന്നത് വേറെയാണ്, ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വേറെയാണ്. ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഇവരോട് ചോദിച്ചാൽ ചാറ്റ്ജിപിടിനോടോ അല്ലെങ്കിൽ ജെമിനിനോടോ അതല്ലെങ്കിൽ AI ടൂൾസ് ഏത് വെച്ച് ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കിട്ടും. അതുകൊണ്ട് വലിയ കാര്യമല്ല. അത് ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻ എന്നതിൽ നിന്ന് അതിനെ ഇൽമാക്കി മാറ്റുക എന്നുള്ളത് അതൊരു ജൈവിക പ്രക്രിയയാണ്. അത് രണ്ടും തിരിച്ചറിയാത്തതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയൊരു കുറവ്. നമ്മളെ ഖുർആൻ വ്യാഖ്യാനത്തിൽ അത് അമാനി മൗലവി വിശദമായി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് പല ഭാഗത്തും. അത് രണ്ടും വേർതിരിച്ചറിഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ആണെങ്കിൽ വലിയ ഷെയ്ഖായിട്ട് നിങ്ങൾ കാണും. ഇപ്പൊ പല ആൾക്കാരും ഷെയ്ഖായിട്ട് കാണുന്ന ഇതേമാതിരിയുള്ള നെറ്റിലൊക്കെയാണ്. മഹാനായ ഷെയ്ഖ് ശബക്ക പറഞ്ഞു എന്നുള്ള രൂപത്തിൽ കുറെ ആൾക്കാർ ഉദ്ധരിക്കണ കണ്ടില്ലേ? പക്ഷെ അതൊന്നും ഒന്നും ആവില്ല. അതിന് ഒരു ജൈവികത അല്ല, അതിനൊരു ഏജൻസി ഇല്ല, അതിനൊരു നിർവാഹകത്വമില്ല, അതിനൊരു മാനവിക മുഖമില്ല. അത് ഹ്യൂമനൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് വേറെ കാര്യമാണ്. അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഈ ആയത്ത് കഴിഞ്ഞു. ഇനി അടുത്ത ആയത്ത് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ആയത്ത് ഖുർആനൻ അറബിയ്യൻ ഗൈറ ദീ ഇവജിൻ ലഅല്ലഹും യത്തഖൂൻ. തൊട്ട് മുമ്പത്തെ ആയത്തുമായിട്ട്
നിങ്ങളത് ബന്ധിപ്പിച്ചിട്ട് വേണം അതിനെ മനസ്സിലാക്കാൻ. വറബ്നാ ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസലിൻ, ഈ ഖുർആനിൽ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഖുർആനൻ അറബിയൻ, ഈ ഖുർആനിൽ എന്ന് പറഞ്ഞാൽ അവിടെ ബന്ധിപ്പിക്കണമെങ്കിൽ ഇത് ഈജാസ് ആണ്. അല ഉസ്ലൂബിൽ ഈജാസ്, അവിടെ നമ്മൾ സങ്കല്പിക്കണം. ഐ ജഅൽനാഹു ഖുർആനൻ അറബിയൻ, ഈ ഖുർആനിനെ നാം ആക്കിയിട്ടുണ്ട്. ഈ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയിട്ടുണ്ട്. അറബിയൻ, അറബിയാക്കിയിട്ടുണ്ട്. ഗൈറ ദീ ഇവജിൻ, വളവും വക്രതയും ഇല്ലാത്ത, വളവും വക്രതയും ഇല്ലാത്ത അറബിയായ ഖുർആനാക്കി തീർത്തു. ലഅല്ലഹും യത്തഖൂൻ, അതിന്റെ കാര്യം, അതിന്റെ ഹിക്മത്ത് ലഅല്ലഹും യത്തഖൂൻ എന്നുള്ളതാണ്. ഇതില് ഖുർആൻ എന്നുള്ള വാക്ക്, അറബി എന്നുള്ള വാക്ക്, ദീ ഇവജ് എന്നുള്ള വാക്ക്, ഇത് മൂന്നെണ്ണം. പിന്നെ യത്തഖൂൻ എന്ന് പറയുന്നത്, തഖ്വ നമ്മൾ ഏറെക്കുറെ പലപ്പോഴും ആവർത്തിച്ചുകൊണ്ട് മനസ്സിലാകും. അതിൽ ഒന്നാമത്തേത് മനസ്സിലാക്കേണ്ടത് ഖറഅ എന്നുള്ളതാണ്. ഖറഅ എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കൊടുത്തു. പാരായണം ചെയ്തു, അതിനാണ് ഖറഅ എന്ന് പറയാ. ഇതാദ്യം നമ്മൾ കേൾക്കുന്നത് ഖുർആനിന്റെ ആദ്യത്തെ ആയത്തിൽ തന്നെയാണ്. ഖുർആൻ അല്ലാഹ് ഇറക്കിയത് തന്നെ ഖുർആൻ എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഇഖ്റ എന്ന് പറഞ്ഞിട്ടാണ് ഖുർആന്റെ അവതരണം തുടങ്ങിയത്. അവിടെ ഇഖ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരാൾ സ്വന്തമായും ബാക്കിയുള്ളവർക്കും വേണ്ടിയിട്ട് സ്വന്തമായി അത് വായിക്കുന്നു, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് പാരായണം ചെയ്തു കൊടുക്കുന്നു. ചൊല്ലിക്കൊടുക്കുക എന്നാണ് അതിന് കൃത്യം അറിയാവുന്ന മലയാളം, ഏറ്റവും ലളിതമായ മലയാളം. ചൊല്ലിക്കൊടുക്കുക. മുഹമ്മദ് നബിയോട് പറയുന്നു, നീ പോയിട്ട് പറ, അത് ചൊല്ലിക്കൊടുക്കും. അല്ലാണ്ട് മുഹമ്മദ് നബിയോട് ഇതുമായിട്ട് പോയിട്ട് ഒരു മൂലയിൽ ഇരുന്നിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് വായിക്കണ, നമ്മള് ഏതെങ്കിലും നോവല് വായിക്കുന്ന, അല്ലെങ്കിൽ ചരിത്രം വായിക്കുന്ന, അതല്ലെങ്കിൽ ഏതെങ്കിലും ഫിലോസഫി വായിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും സയൻസ് വായിക്കുന്ന അർത്ഥത്തിൽ പോയിട്ടിരുന്ന് വായിക്കാനല്ല. മറിച്ചിട്ട് പോയിട്ട് പറ, വിളംബരം ചെയ്യൂ, പോയിട്ട് പറയൂ, ഈ വാക്കുകളിൽ അവരെ ചൊല്ലി കേൾപ്പിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് ചൊല്ലി കേൾപ്പിക്കേണ്ടത്? ബിസ്മി റബ്ബിക്, ഇത് എന്റേതല്ല. ഓൺ ബിഹാഫ് ഓഫ്, ഇൻ ദ നെയിം ഓഫ്, ഇത് എന്റേതല്ല, ഇത് അള്ളാന്റെയാണ് എന്നാണ് ചൊല്ലിക്കൊടുക്കാൻ പറയുന്നത്. മനുഷ്യരെ ഇതാ ഞാനിതാ പറഞ്ഞു തരാൻ പോകുന്നു നിങ്ങൾക്ക്. ഈ പറയാൻ പോകുന്നതൊക്കെ ഇപ്പൊ എന്റെ ദിഷണയിൽ, എന്റെ പ്രതിഭയിൽ, എന്റെ തലച്ചോറിൽ ഉദിച്ചതാണെന്ന് വിളിച്ചു പറയല്ല. മറിച്ച് ഇത് അള്ളാഹ് ഇറക്കി തന്നത് അള്ളാന്റെ പേരിൽ, അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാന്റെ പേരിലാണ്. ഇൻ ദ നെയിം ഓഫ് അള്ളാഹ്. ബിസ്മില്ലാ, ഇഖ്റ ബിസ്മി റബ്ബി അല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. അപ്പൊ ഖുർആന്റെ വാക്ക് വേറെ എവിടുന്നും നിങ്ങൾ വേറെ പല അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ടാവും. പക്ഷെ ഖുർആൻ പഠിക്കേണ്ടത് ഖുർആനിന്റെ പരിസരത്ത് നിന്നുകൊണ്ടാണ്. ഖുർആൻ യുഫസ്സിറു ബഅ്ദുഹു ബഅ്ളൻ, തഫ്സീറിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണല്ലോ. ഖുർആൻ ആദ്യം അതിന്റെ വ്യാഖ്യാനം ഖുർആൻ തന്നെയാണ്. യുഫസ്സിർ ബഅ്ദുഹു ബഅ്ള, ഖുർആന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ വ്യാഖ്യാനിക്കുന്നതാണ്. പരസ്പരം എക്സ്പ്ലനേറ്ററി ആയിട്ടാണ് ഖുർആനിലെ വാക്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഖുർആനൻ സ്വന്തം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് വായിക്കുന്നു. ആ വായിക്കുന്നത് മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടുക്കുന്നു. ചൊല്ലിക്കൊടുക്കുമ്പോൾ, വായിക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ ചൊല്ലിക്കൊടുക്കുമ്പോഴാകട്ടെ അത് എന്റേതല്ല, അതെന്താണ്? അള്ളാഹ് തന്നയച്ചതാണ്, അള്ളാന്റെ പേരിലാണ്. ബിസ്മി റബ്ബിക്. അതുകൊണ്ടാണ് ഖുർആൻ തുടങ്ങുന്നു, എല്ലാ സൂറത്തും തുടങ്ങുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ടാണ് ഉമ്മുൽ കിതാബ് അത് ഒരു വചനമായി തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉൾപ്പെടുത്തിയത്. ഇത് പറയുന്നത് നമ്മളതല്ല, മുഹമ്മദ് എന്ന് പറയുന്ന ഏതോ ഒരു ചരിത്ര പുരുഷന്റേതുമല്ല. ഇത് മുഹമ്മദിനും അപ്പുറത്തുനിന്ന് വന്നതാണ്. അത് ഭൂമിയിലുള്ളതല്ല, ഭൂമിയിലേക്ക് അവതീർണമാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ കലാമുല്ലാഹി മുനസ്സലുൻ ഗൈറു മഖ്ലൂഖ്, കലാമുല്ലാഹി മുനസ്സലുൻ ഗൈറു മഖ്ലൂഖ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഭൂമിയിലുള്ളതല്ല, അത് അള്ളാന്റെ കലാമാണ്.
അത് സൃഷ്ടിയല്ല, അള്ളാന്റെ വചനമാണ്. ഗൈറു മഖ്ലൂഖാണ്, മുനസ്സലാണ്, ഇറക്കി തന്നതാണ്, ഇങ്ങോട്ട് ഇറക്കി തന്നതാണ്. മിൻഹു ബദ വഇലൈഹി യഊദ്, അത് അള്ളാഹുവിൽ നിന്നുള്ളത് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നത്. അത് നമ്മുടെ കയ്യിൽ ഇവിടെ അള്ളാഹു നിലനിർത്തുന്ന കാലം അത്രയും നിലനിൽക്കും. ആ സമയത്ത് നമുക്കത് വായിക്കാം, നമുക്കത് ഉൾക്കൊള്ളാം അള്ളാന്റെ പേരിൽ, നമുക്കത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാം അള്ളാന്റെ പേരിൽ. അത് ആദ്യം കിട്ടിയ മുഹമ്മദ് നബിക്ക് ഇത് അള്ളാന്റെ പേരിലാന്ന് പറഞ്ഞിട്ടാ തുടങ്ങേണ്ട. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, എന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ പേരിൽ, റബ്ബിന്റെ എന്ന് പറഞ്ഞിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ ശബ്ദമുള്ള, വായിക്കാവുന്ന, അക്ഷരങ്ങളുള്ള, വായിക്കാവുന്ന ഒരു സംഗതിയാണ്. അതാണ് ഖുർആൻ. അപ്പോ ഖുർആൻ ആകണമെങ്കിൽ അതിന് ശബ്ദം വേണം. അൻസലഹു, അള്ളാഹ് ഖുർആൻ ഇറക്കിയത് ബിസൗത്തിൻ വഹർഫിൻ, വാദി അഖീദത്തു അഹ്ലിസുന്ന വൽ ജമാഅ. അഹ്ലുസുന്ന വൽ ജമാഅയുടെ തവാബിത്തിൽപ്പെട്ടതാണ്, ഇളകാത്ത ആധാരശിലകളിൽപ്പെട്ടിട്ടുള്ള വിശ്വാസത്തിന്റെ ആധാരങ്ങളിൽപ്പെട്ടതാണ്. ഖുർആൻ കലാമാണ്, ഗൈർ മഖ്ലൂഖാണ്, മുനസ്സലാണ്. അത് അൻസലഹു ബിസൗത്തിൻ വഹർഫിൻ, അത് സൗത്തോടു കൂടിയാണ് അള്ളാഹ് ഇറക്കിയത്. അതിന് ശബ്ദ ഘടനയുണ്ട്. വഹർഫിൻ, അതിന് ലിപി, അക്ഷരം, ലിപി എന്ന് പറയുന്ന ഘടനയുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനെ സംബന്ധിച്ച് ഇന്റർചേഞ്ചബിളി, അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴും ഇപ്പോഴും മാറ്റിമറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് കാര്യം, അള്ളാഹ് ഉപയോഗിച്ചിട്ടുള്ള രണ്ട് കാര്യം ഖുർആൻ വ കിതാബ്. ഖുർആൻ വ കിതാബ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ശബ്ദഘടനയെ യോജിപ്പിക്കുന്ന പദമാണ്. കിതാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലിപിയെ ബോധിപ്പിക്കുന്നതാണ്. അപ്പൊ എഴുതി വെക്കാൻ പറ്റും. മുഹമ്മദ് നബി എഴുതി വെപ്പിച്ചു. കതബത്തുൽ വഹി ഉണ്ടായിരുന്നു. മുആവിയത്ത് റളിയല്ലാഹു അൻഹു അർള, അദ്ദേഹം അഹദു കതബത്തിൽ വഹി, വഹി എഴുതിയിരുന്ന സഹാബിമാരിൽ പ്രമുഖനായ ഒരാളാണ് മുആവിയ റളിയല്ലാഹു അൻഹു. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെയാണ് പിന്നീട് അതിന്റെ പ്രതികൾ ഒത്തു നോക്കിയിട്ട് അതൊന്ന് ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിന്റെ കാലം അവസാനിക്കുന്നവരെ, മരിക്കണവരെ ആയത്തിറങ്ങല്ലേ. മരണം കഴിഞ്ഞപ്പോ, വഫാത്ത് സംഭവിച്ചു കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖിന്റെ ആദ്യത്തെ ടാസ്ക്, ഇമ്മീഡിയറ്റ് ടാസ്ക് അതായിരുന്നു. സെയ്ദ് സാബിത്ത് പറയാണ്, ആ മല അവിടുന്ന് മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കാൻ പറയായിരുന്നെങ്കിൽ എനിക്ക് എളുപ്പമായിരുന്നു. പക്ഷെ ഇതായാലും വലുതായി, എന്റെ ക്രോഡീകരണം കഴിഞ്ഞു. ഉസ്മാൻ അഫ്ഫാൻ അതിന്റെ 7 പ്രതി എടുത്തിട്ട് 7 നാട്ടിക്ക്, ഹവാസുൽ ഇസ്ലാമിയ, ഇസ്ലാമിക് ക്യാപിറ്റൽസ് എന്ന് പറയാവുന്ന 7 വലിയ നഗരങ്ങളുണ്ടായിരുന്നു അക്കാലത്ത്. ആ 7 സ്ഥലത്തേക്കും കൊടുത്തു. മാതൃ ഗ്രന്ഥം അവിടെ തന്നെ സൂക്ഷിച്ചു. ഇത് ലിപിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ലക്ഷങ്ങളുടെ മനസ്സിൽ അത് ഹൃദിസ്ഥമാക്കി അവരുടെ നാവിലൂടെ ശബ്ദമായിട്ട് പുറത്തു വരുന്നുണ്ട്. അള്ളാഹ് അത് ഇറക്കിയിട്ടുള്ളത് ലിപിയോട് കൂടിയാണ്, ശബ്ദത്തോടു കൂടിയാണ്. അത് ഖുർആനാണ്, അതേ സമയത്ത് അത് കിതാബാണ്. ഇനി അള്ളാഹ് അത് ഉയർത്താൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് അള്ളാഹ് ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തും. ബിലൈല, ഒരു രാത്രി കൊണ്ട് അള്ളാഹ് ഉയർത്തും. വലയുസ്റ അലാ കിതാബില്ലാഹി ഫീ ലൈല. അല്ലാഹു അക്ബർ. അവസാനം കഅബ അനാദരിക്കപ്പെടുമ്പോ പിന്നെ കഅബ ഉണ്ടാവില്ല, കഅബ പൊളിക്കപ്പെടും. ഖുർആൻ അത് ആദരിക്കാൻ ആളില്ലാത്തൊരു സന്ദർഭം വരുമ്പോ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും അത് രേഖപ്പെടുത്തപ്പെട്ട അതിന്റെ ഏടുകളിൽ നിന്നും ഒരു രാത്രി കൊണ്ട് അള്ളാഹു അത് ഇവിടുന്ന് ഉയർത്തും. പിന്നെ ഖിയാമത്ത് നാളിന്റെ തൊട്ട് മുമ്പ് ഇവിടെ ഉണ്ടാവില്ല ആ സാധനം. തൊട്ട് മുമ്പ് അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അതൊക്കെ ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ എത്ര കാലം നമ്മളെ കയ്യിൽ നിലനിൽക്കുന്നു, നമ്മളെ മനസ്സിൽ നിലനിൽക്കുന്നുവോ, അത് നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നത്, നമ്മുടെ കയ്യിൽ നിലനിൽക്കുന്നത് ബിൽ ഇൽമി വൽ അമൽ, അമലുള്ളപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഖുർആൻ ഒരാൾ മനഃപ്പാടമാക്കിയാൽ ആ മനഃപ്പാടം മറന്നു പോകുന്ന വിധത്തിൽ അമലില്ലാതായി പോകരുത്. അതുകൊണ്ട് നിസ്കരിക്കാതെ, അത് പാരായണം ചെയ്യാതെ, അത് ഓർമ്മിക്കാതെ, അത് മുറാജ നടത്താതെ, അത് വായിക്കാതെ, വേറെല്ലാവർക്കും വായിച്ചു കേൾപ്പിച്ചു കൊടുക്കാതെ വിട്ടുപോകരുത്. പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഖുർആൻ എന്നുള്ള വാക്ക് ഖറഅ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. എന്റേതല്ല, അള്ളാന്റേതാണ് എന്ന ബോധ്യത്തിൽ വായിക്കുകയും ചൊല്ലിക്കൊടുക്കുകയും ചെയ്യാവുന്ന ശബ്ദഘടനയോട് കൂടിയിട്ടുള്ള ഒരു സാധനം. അത് എന്താണെന്ന് ചോദിച്ചാൽ കലാമുല്ലാഹ് മുനസ്സൽ ഗൈർ മഖ്ലൂഖ് അൻസലഹു ബിഹർഫിൻ വസൗത്ത് മിൻഹു ബദഅ വഇലൈഹി യഊദ്. ഇതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്.
പിന്നെ അറബിയൻ എന്നുള്ളതാണ്. അറബി നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത ആഴ്ച പറയാം. അതും ഇതേമാതിരി പദം കുറച്ച് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ ഈ ഇതോടുകൂടി നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.